നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പല്ലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക മഹോത്സവം ഭക്തിസാന്ദ്രമായി. വിവിധ സമുദായക്കാരുടെ നേതൃത്വത്തിൽ നടത്തിയ തട്ടിന്മേൽക്കളി, കോൽക്കളി എന്നിവ വർണ്ണാഭമായി. പാറളം പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് BJP പാറളം പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ടീച്ചേഴ്സ് സംസ്ഥാന കോ കൺവീനർ പ്രിന്റു മഹാദേവ് ഉദ്ഘാടനം ചെയ്തു. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിലെ പ്രധാന പങ്കാളിയായ ചേർപ്പ് ഭഗവതിയുടെ പൂരത്തിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിലെ ഓട്ടുപാത്രങ്ങളുടെയും വിളക്കുകളുടെയും മിനുക്കൽ പ്രവൃത്തികൾ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. പല്ലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക മഹോത്സവം ഭക്തിസാന്ദ്രമായി. വിവിധ സമുദായക്കാരുടെ നേതൃത്വത്തിൽ നടത്തിയ തട്ടിന്മേൽക്കളി, കോൽക്കളി എന്നിവ വർണ്ണാഭമായി. വിശേഷാൽ പൂജകൾക്ക് ശേഷം കാവടി വരവ്, വിവിധ ദേശക്കാരുടെ വേലകൾ, കുതിരകളി, ദാരികൻ കളി, മുടിയാട്ടം, വെള്ളഭൂതം, കരിമ്പൂതം, തെയ്യം, തിറ, പൊയ്ക്കുതിര, ദേവനൃത്തം എന്നിവയും കാർത്തിക മഹോത്സവത്തിനോടനുബന്ധിച്ച് നടന്നു. ചടങ്ങുകളിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് BJP പാറളം പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ടീച്ചേഴ്സ് സംസ്ഥാന കോ കൺവീനർ പ്രിന്റു മഹാദേവ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമവികാസ സങ്കല്പങ്ങളുമായിട്ട് കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദിയുടെ സർക്കാർ മുന്നോട്ട് പോകുന്നു. വലിയ രീതിയിലുള്ള ഫണ്ടുകൾ ത്രിതല മേഖലയിൽ നൽകുന്നു. അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി അനവധി പദ്ധതികളുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു. ഇടനിലക്കാരില്ലാതെ പദ്ധതിയുടെ വിഹിതങ്ങൾ നേരിട്ട് ത്രിതല പഞ്ചായത്തുകളിലേക്ക് എത്തുന്ന സംവിധാനങ്ങൾ വളരെ സുതാര്യമായിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്നു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 2.5 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ത്രിതല പഞ്ചായത്ത് മേഖലയിലേക്ക് നരേന്ദ്രമോദി സർക്കാർ ഈ കേരളത്തിന് വേണ്ടി മാത്രം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് എപ്പോഴും ഈ ഇടതുപക്ഷത്തിന്റെ ആളുകളും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒക്കെ കേരളത്തിനൊന്നും തന്നില്ല, കേരളത്തിനൊന്നും തരാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് UDFന്റെ MP ആയിട്ടുള്ള NK പ്രേമചന്ദ്രൻ പാർലമെന്റിൽ ചോദിച്ചു, കേരളത്തിന് എത്ര രൂപയാണ് കേരളത്തിന്റെ പ്രാദേശികമായിട്ടുള്ള വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്? 2,25,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഈ കേന്ദ്ര സർക്കാർ 10 വർഷം കൊണ്ട് ഈ സർക്കാരിന് നൽകിയിട്ടുള്ളത്. സർക്കാരിന്റെ വികസനത്തിന് വേണ്ടി, അടിസ്ഥാന ജനക്ഷേമത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട പണങ്ങൾ മുഴുവൻ വകമാറ്റി ചെലവഴിച്ചുകൊണ്ട് ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തെ പട്ടിണിക്കിടുന്ന സമീപനവുമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. BJP പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി അനീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം സന്തോഷ് അറക്കൽ, മണ്ഡലം ജനറൽ സെക്രട്ടറി സുനിൽ ജി മാക്കൻ, സുബീഷ് കൊന്നക്കൽ, പ്രദീപ് പാണപ്പറമ്പിൽ, ബിന്ധ്യ കണ്ണൻ, സനോജ് ചുള്ളിയിൽ, നിതീഷ് കണിയത്ത്, അനിത പ്രസന്നൻ, സുമ രാമകൃഷ്ണൻ, VN രാധാകൃഷ്ണൻ, ബിനരാജ് പന്നിപ്പുല്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിലെ പ്രധാന പങ്കാളിയായ ചേർപ്പ് ഭഗവതിയുടെ പൂരത്തിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിലെ ഓട്ടുപാത്രങ്ങളുടെയും വിളക്കുകളുടെയും മിനുക്കൽ പ്രവൃത്തികൾ ആരംഭിച്ചു. ചിറ്റിക്കാപ്പിൽ രാജന്റെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ. വിളക്കുകൾ, കൈപ്പന്തങ്ങൾ, നാഴി, പൂജാപാത്രങ്ങൾ, കുത്തുവിളക്ക് തുടങ്ങിയവയും പിച്ചളയിൽ പൊതിഞ്ഞ പീഠം, കലശപൂജയ്ക്കുള്ള പാത്രങ്ങൾ തുടങ്ങിയവയുമാണ് പോളിഷ് ചെയ്യുന്നത്. വർഷങ്ങളുടെ മുൻപരിചയമുള്ള ചിറ്റിക്കാപ്പിൽ രാജന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്.
പെരുവനം മാറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് ചെയ്യണ വർക്കാണത്. നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് എനിക്കൊരു വലിയൊരു ആഗ്രഹമുണ്ട്. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ 4 കൊല്ലമായി. പെരുവനം മഹാദേവ ക്ഷേത്രം, ഊരത്തമ്മ തിരുവടി ക്ഷേത്രം, പിന്നെ വെങ്ങണിശ്ശേരി ശിവക്ഷേത്രം, കണ്ണോളിക്കാരുടെ അമ്പലം, പിന്നെ ഇത്രയും ക്ഷേത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ 5 വർഷമായി ഞാനിത് തുടങ്ങിയിട്ട്. പെരുവനം ആറാട്ടുപുഴ പൂരത്തിൽ പ്രധാന പങ്കാളികളിലൊന്നായ ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ഈ മാസം 30-നാണ് അശ്വതിവേല ആഘോഷം. കേരള പഴനി ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൂയ മഹോത്സവവും ഈ മാസം 10-ന് നടക്കും. ഉത്സവത്തിനോടനുബന്ധിച്ച് വ്യാഴാഴ്ച കൊടിയേറ്റവും അമ്മമാരുടെ പാൽക്കുടം ഘോഷയാത്രയും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ദണ്ഡികാവരവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10-ന് രാവിലെ പ്രതിഷ്ഠാദിന പൂയാഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. 13 ദേശങ്ങളിൽ നിന്നുള്ള കാവടിയാട്ടം സെറ്റുകളും ക്ഷേത്രത്തിലെത്തും. വൈകിട്ട് എഴുന്നള്ളിപ്പും രാത്രിയിൽ കാവടിയാട്ടവും നടക്കും. 11-ന് വൈകിട്ട് പള്ളിവേട്ടയും 12-ന് രാവിലെ ആറാട്ടിനു ശേഷം കൊടിയിറക്കം നടക്കുന്നതോടെ ഉത്സവത്തിന് സമാപനമാകും. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് രാജൻ മുളങ്ങാട്ടുകര, വൈസ് പ്രസിഡന്റ് പ്രഹ്ലാദൻ കുരുലി, ട്രഷറർ മുരളീധരൻ കാഞ്ഞിര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പൂയ മഹോത്സവം മാർച്ച് മാസം 10-ാം തീയതി വിപുലമായ പരിപാടികളിലൂടെ ആഘോഷിക്കുകയാണ്. 13 സമാജങ്ങളിൽ നിന്നുള്ള കാവടി ആഘോഷങ്ങളുമായി വലിയ രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഈ മാർച്ച് 10-ാം തീയതി നടപ്പിലാവുന്നത്. അതോടൊപ്പം തന്നെ മാർച്ച് 6-ാം തീയതി ആയിരക്കണക്കിന് അമ്മമാരുടെ പാൽക്കുട ഘോഷയാത്ര, അത് അങ്ങനെ ഇവിടെ നമ്മുടെ തൃശ്ശൂരൊന്നും കേരളത്തിൽ തന്നെ അപൂർവമായി കാണുന്ന ഒന്നാണ്. ആയിരക്കണക്കിന് അമ്മമാരുടെ പാൽക്കുട ഘോഷയാത്ര വലിയൊരു സംഭവം തന്നെയാണത്. പാൽക്കുടമേന്തിയ അമ്മമാർ ക്ഷേത്രത്തിന് ക്ഷേത്രമാകുന്ന ചോച്ചേരിക്കുന്നതിന് ചുറ്റും പ്രദക്ഷിണം വെച്ചുകൊണ്ട് ഏകദേശം 2-3 കിലോമീറ്ററോളം പ്രദക്ഷിണം വെച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും അത് അഭിഷേകം ചെയ്യുന്ന ഒരു ചടങ്ങാണത്. അത് കേരളത്തിൽ മറ്റു ക്ഷേത്രങ്ങളിലും അങ്ങനെ ആയി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത്രയും മനോഹരമായിട്ടുള്ള ഒരു പരിപാടിയാണ് അന്ന് മാർച്ച് 6-ാം തീയതി നടപ്പിലാക്കുന്നത്. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ 318Dയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര കാരുണ്യ വൃദ്ധസദനത്തിലെ അമ്മമാർക്ക് പുതുവസ്ത്രങ്ങൾ സമ്മാനിച്ചു. സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ക്ലോത്ത് ബാങ്ക് പദ്ധതി പ്രകാരം പാലക്കാട് ഡ്രീം സിറ്റി നൽകിയ വസ്ത്രങ്ങളാണ് വിതരണം ചെയ്തത്. വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി അഡ്വൈസറി കമ്മിറ്റി അംഗം ബാലകൃഷ്ണൻ PMGF അധ്യക്ഷത വഹിച്ചു. ക്ലോത്ത് ബാങ്ക് കോർഡിനേറ്റർ പീതാംബരൻ രാരംഭത്ത് വസ്ത്രങ്ങൾ വിതരണം ചെയ്തു. പെരിങ്ങോട്ടുകര ലയൺസ് ക്ലബ് പ്രസിഡന്റ് സൽഗുണൻ, പാടാനപ്പള്ളി ലയൺ ലീഡർ KR മോഹനൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് VK മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. സ്വരസാഹിതി സാഹിത്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുറത്തിറക്കുന്ന 3ാമത്തെ പുസ്തകം പാഠം 1 ഓർമ്മകളിലൂടെ എന്ന പുസ്തകത്തിന്റെ കവർ പേജ് പ്രകാശനം ചെയ്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറും ചരിത്രകാരനുമായ ഡോക്ടർ KKN കുറുപ്പ് പ്രകാശനം നിർവഹിച്ചു. 14 ജില്ലകളിൽ നിന്നുമുള്ള ഒരു കൂട്ടം എഴുത്തുകാരുടെ കൂട്ടായ്മയാണ് സ്വരസാഹിതി സാഹിത്യ കൂട്ടായ്മ. പുസ്തകം ഈ മാസം 16-ന് തൃശൂർ എഴുത്തച്ഛൻ ഹാളിൽ വെച്ച് പ്രകാശനം ചെയ്യുമെന്ന് എഡിറ്റർ ഗീതാഞ്ജലി, സബ് എഡിറ്റർ ജോജു വർഗീസ്, മുരളി മൂത്തേരി, സന്ധ്യാജി മേനോൻ, AC രവീന്ദ്രൻ, അബി തുമ്പൂർ, ഡോക്ടർ നീരജ നിതിൻ, സുനിൽ അമ്പലപ്പാറ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ ദമ്പതികളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ റിമാൻഡ് ചെയ്തു. വലപ്പാട് വട്ടപ്പരത്തി സ്വദേശി 29 വയസ്സുള്ള സുമിത്തിനെ കഴിഞ്ഞ ദിവസമാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വട്ടപ്പരത്തിയിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 26-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. വാടാനപ്പള്ളി കുട്ടമുഖം സ്വദേശിയായ ബിജുവും ഭാര്യയും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ തടഞ്ഞു നിർത്തി കൈവശമുണ്ടായിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് പ്രതി സ്കൂട്ടർ ഓടിച്ചിരുന്ന ബിജുവിന് നേരെ ആഞ്ഞുവീശി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു.
പ്രതി ദമ്പതികളെ വഴക്കു പറഞ്ഞത് ഇവർ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തെ തുടർന്നാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സുമിത്തിനെ പല ടീമുകളായി തിരഞ്ഞു നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വട്ടപ്പരത്തിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. സുമിത്തിന്റെ പേരിൽ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ 2013 ഒരു വധശ്രമ കേസും 2014 ഒരു കൊലപാതക കേസും മറ്റൊരു വധശ്രമ കേസും 2009 ഒരു അടിപിടി കേസും അടക്കം 8ഓളം ക്രിമിനൽ കേസുകളുണ്ട്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എബിൻ, പ്രൊബേഷൻ SI ജിഷ്ണു, ASI ചഞ്ചൽ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രബിൻ, ലെനൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ റനീഷ്, മുജീബ് എന്നിവർ പ്രതി അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. ലഹരിക്കെതിരായ പരിശോധന ഊർജിതമാക്കി പോലീസ്. K9 സ്ക്വാഡും കൊടുങ്ങല്ലൂർ പോലീസും നടത്തിയ സംയുക്ത പരിശോധനയിൽ തീരദേശത്തു നിന്ന് രാസലഹരിയും കഞ്ചാവുമായി യുവാക്കളെ പിടികൂടി. ഏറിയാട് സ്വദേശി കിളി വിഷ്ണു എന്ന് വിളിക്കുന്ന വിഷ്ണു, കാര സ്വദേശി 27 വയസ്സുള്ള സൂരജ്, 28 വയസ്സുള്ള വിഷ്ണു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശാനുസരണം കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മയക്കുമരുന്നുകൾ കണ്ടെത്തുന്നതിനായി K9 സ്ക്വാഡും കൊടുങ്ങല്ലൂർ പോലീസും നടത്തിയ പരിശോധനയിലാണ് എറിയാട് SN നഗറിൽ വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച ലഹരി വസ്തുക്കളുമായി പ്രതികളെ പിടികൂടിയത്. ഇവരുടെ കയ്യിൽ നിന്നും സിന്തറ്റിക് മയക്കുമരുന്നായ MDMA 3.3 ഗ്രാമും 35 ഗ്രാം കഞ്ചാവും, ഇവ തൂക്കി വിൽക്കുന്ന 4 ത്രാസുകൾ, ഇത് കൊടുക്കാനുള്ള സിപ്ലോക്ക് കവറുകൾ, വിൽപ്പനയ്ക്കായി ഉപയോഗിക്കുന്ന മൊബൈലുകൾ എന്നിവ കണ്ടെടുത്തു. ഇവർ എവിടെ നിന്നാണ് ലഹരി വസ്തുക്കൾ വാങ്ങിയതെന്നും ആരൊക്കെയാണ് വാങ്ങുന്നതെന്നും അന്വേഷിച്ചു വരികയാണ്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർ സാലിം, പ്രൊബേഷൻ SI വൈഷ്ണവ്, പോലീസ് ഉദ്യോഗസ്ഥരായ മിഥുൻ കൃഷ്ണ, വിഷ്ണു, അനിൽ, K9 സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ PG സുരേഷ്, മിലോ, പോലീസ് ഉദ്യോഗസ്ഥരായ KS ശ്രീജിത്ത്, മുഹമ്മദ് ഷെറിൻ എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പരിധിയിലെ ഗവൺമെന്റ് സ്കൂളുകളിലെ പട്ടികജാതി വിഭാഗത്തിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത്. 1,60,60,000 രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത്. പഞ്ചായത്ത് അംഗം PB സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി KM പോൾ, മെമ്പർമാരായ രാഹുൽ, മിനി റെജി എന്നിവർ പങ്കെടുത്തു. അഡ്വക്കേറ്റ് പുഴങ്കര ബാലനാരായണന് വേണ്ടത്ര അംഗീകാരം ലഭിച്ചോ എന്നത് സംശയമാണെന്നും കോടതി മുറികളിൽ ന്യായാധിപന്മാർ പോലും പുഴങ്കരയുടെ വാദങ്ങളിൽ ആകൃഷ്ടരായിരുന്നുവെന്നും മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ. 28ാം പുഴങ്കര അനുസ്മരണ സമ്മേളന ഉദ്ഘാടനവും മാധ്യമ അവാർഡ് ദാനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഭിഭാഷകൻ, സാഹിത്യകാരൻ, രാഷ്ട്രീയ നേതാവ്, പ്രാസംഗികൻ എന്നീ നിലകളിൽ തിളങ്ങിയ പുഴങ്കര നാടിന്റെ ഒട്ടേറെ വികസന സംരംഭങ്ങളിലും പങ്കാളിയായിരുന്നുവെന്ന് തേറമ്പിൽ രാമകൃഷ്ണൻ അനുസ്മരിച്ചു. അനുസ്മരണ സമിതി ചെയർമാൻ VN നാരായണൻ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകനും നോവലിസ്റ്റുമായ K രഘുനാഥ് മാധ്യമ അവാർഡിന് അർഹനായി. 10,001 രൂപയും ഫലകവും അടങ്ങുന്ന അവാർഡ് K രഘുനാഥിന് തേറമ്പിൽ രാമകൃഷ്ണൻ സമ്മാനിച്ചു. വിൻസെന്റ് പുത്തൂർ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. K കൃഷ്ണകുമാർ പ്രശസ്തി പത്രം വായിച്ചു. പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് ഡോക്ടർ PV കൃഷ്ണൻ നായർ, കവയിത്രി സുജാത വാര്യർ, അനുസ്മരണ വേദി സെക്രട്ടറി ബേബി മൂക്കൻ, IA റപ്പായി, K ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് CNN ബോയ്സ് സ്കൂളിലെ 1974-75 SSLC ബാച്ചിലെ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. ആ കാലയളവിൽ പഠിച്ച വിദ്യാർത്ഥികൾ 9446078580 8289937597 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8,065 രൂപ, പവന് 64,520 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട് ചെറുശ്ശേരി. ഫോൺ 9539080053. പല്ലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക മഹോത്സവം ഭക്തിസാന്ദ്രമായി. വിവിധ സമുദായക്കാരുടെ നേതൃത്വത്തിൽ നടത്തിയ തട്ടിൽമേൽക്കളി, കോൽക്കളി എന്നിവ വർണ്ണാഭമായി. പാറളം പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ബിജെപി പാറളം പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ടീച്ചേഴ്സ് സംസ്ഥാന കോ കൺവീനർ പ്രിന്റു മഹാദേവ് ഉദ്ഘാടനം ചെയ്തു. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിലെ പ്രധാന പങ്കാളിയായ ചേർപ്പ് ഭഗവതിയുടെ പൂരത്തിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിലെ ഓട്ടുപാത്രങ്ങളുടെയും വിളക്കുകളുടെയും മിനുക്കൽ പ്രവൃത്തികൾ ആരംഭിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.